പഞ്ചായത്തിൽ 7 പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വിവിധ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം അഭിമാനം നിങ്ങളെ പോലെ എനിക്കുമുണ്ട്. നമുക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിസഭയിലെ പ്രധാന പ്രമുഖരായ മന്ത്രിമാരും ഉദ്യോഗസ്ഥ മേധാവികളുമെല്ലാം കിടന്ന് പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ മാലിന്യമുക്ത നവകേരളം എന്ന ഒരു വലിയ പരിപാടിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ സംസ്ഥാനത്താകെ ഈ വിപുലമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ഏറ്റെടുക്കാനായിട്ട് ആലോചിക്കുമ്പോൾ കൊട്ടാരക്കരയിൽ നടക്കുന്ന വിവിധ ജനകീയ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. സമുദ്ര കൊട്ടാരക്കര വികസനത്തിനായി സമുദ്ര കൊട്ടാരക്കര എന്നൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ജനകീയമായി ഗ്രാമസഭകൾ വരെ പോകുന്ന വിപുലമായ ഒരു പരിപാടി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം മാലിന്യമുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ജലസമ്പത്തിനെ കുടിവെള്ളം പൊതുവിലുള്ള ഇതുപോലെയുള്ള ഒളിൽ കൂടി ഒഴുകുന്ന വെള്ളവും ചെറിയ അരുവികളും എല്ലാം വൃത്തിയാക്കുന്നതും കിണറുകളിലെ വെള്ളം റീചാർജ് ചെയ്ത് നടക്കാനുള്ള ജലവുമായി ബന്ധപ്പെട്ട പദ്ധതി, കാർഷിക മേഖലയിൽ നല്ല മെച്ചപ്പെട്ട കൃഷി രീതികൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കൃഷി രീതികളും കാർഷിക മേഖലയിലെ ആളുകളെ ആകർഷിക്കുന്നതായിട്ടുള്ള പരിപാടികളും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഉപജീവന മാർഗങ്ങൾ, പുതിയ തരത്തിലുള്ള തൊഴിലുകൾ കണ്ടെത്താൻ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പുതുതലമുറ തൊഴിലുകളും പരമ്പരാഗത തൊഴിലുകളും അടക്കം മെച്ചപ്പെടുത്താനുള്ള പദ്ധതി, അതോടൊപ്പം തന്നെ പരിപാടികൾ, ഇങ്ങനെ 5 പ്രധാനപ്പെട്ട മേഖലകളിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സമഗ്ര കൊട്ടാരക്കര പരിപാടി എന്ന നിലയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ ഘട്ടത്തിലാണ്. ഇത്രയും വരെ പ്രവർത്തനം നടക്കുന്നു, ജനകീയമായി കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു പരിപാടി കൂടി ഇവിടെ അതിന്റെ ഏറ്റവും നന്നായി കാര്യം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അതുപോലെ അതിഥി വരാമെന്ന് സംബന്ധിച്ച് ഈ വലിയ സന്തോഷകരമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹവും അദ്ദേഹം ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും എല്ലാം എത്തിയതിനുള്ള ഒരു സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പുലമൺതോട് എന്ന് പറയുന്ന ഈ തോടിന്റെ ശുചീകരണ പരിപാടിയാണ്. പുലമൺതോട് വലിയ ഒരു ദീർഘമായ ഒരു തോടല്ല, എന്നാൽ തീരെ പുഴയല്ല, ചെറിയ തോടുമല്ല, ഇതിനിടയിലുള്ള 20 കിലോമീറ്റർ അധികമാണ് ഇതിന് ദൂരം. മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ച് അവിടുന്ന് താഴോട്ട് ഒഴുകുന്നത് മീൻപിടിപ്പാറയിൽ നിന്ന് ഒഴുകുന്നതാണ് തോട്. കൊട്ടാരക്കരയുടെ ഈ മേഖലയിലെല്ലാം റോഡ് സൈഡിൽ കൂടി പോകുന്ന പ്രധാനപ്പെട്ടതോട് ഇത് ഇതിന് മണ്ണിലേക്ക് വീണ് വേണ്ടത്ര ഉപയോഗിക്കാതെ മാലിന്യമല്ല ഇതിനകത്തേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോഴാണെങ്കിൽ മീൻപിടിപ്പാറ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അത് താഴേക്കുള്ള തോട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഇവിടെ നടത്തുന്നത്. ഇന്ന് കൊട്ടാരക്കര മുനിസിപ്പൽ മേഖലയിൽ ആരംഭിക്കുന്ന ഈ പ്രവർത്തനം താഴെ മൈലം പഞ്ചായത്തും അതുപോലെ പുറക്കട പഞ്ചായത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ വിപുലമായിട്ട് പൂർത്തീകരിക്കും. ഇവിടെ ഈ ടൗൺ പ്രദേശത്ത് ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇതിനോട് ചേർന്ന് വിപുലമായ ഒരു പാർക്കും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എംഎൽഎമാരുടെ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു പദ്ധതി 2 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നല്ല പാർക്കും മേളിൽ വലിയ കവർ ചെയ്തിട്ടുള്ള ഉയർന്ന സ്റ്റീൽ സ്ലാബൊക്കെ വന്നൊരു പാർക്ക് തന്നെ ഉണ്ടാവുന്നതിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വരും. അങ്ങനെ ഈ ടൗണിന് നടക്കൂടി പോകുന്ന ഈ പ്രധാനപ്പെട്ട ഈ പുലമൺതോടിനെ സജീവമാക്കുക എന്നുള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഹരിത നഗരമായിട്ട് കൊട്ടാരക്കരയും ഹരിതമണ്ഡലമാക്കി ഈ കാര്യങ്ങൾ മാറ്റാനുള്ള ശ്രമമുണ്ട്. ഹരിത കേരള മിഷന്റെ വലിയ സഹായം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിർത്തലാക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ പ്രവർത്തിക്കാത്ത പാറക്കോറിൽ നിന്ന് സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിന് പരിരക്ഷ കൊടുക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം കാര്യങ്ങൾ നടക്കുന്നു. മണ്ഡലത്തിൽ പൊതുവിൽ എല്ലാ സ്ഥലത്തും വളരെ വലിയ വികസനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. വലിയ ആക്രമണം ഇടതുപക്ഷത്തിന്റെ നേരെയൊക്കെ പലപ്പോഴും നടത്തുന്നു. പക്ഷെ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള അവാർഡ് കേരളത്തിനാണ് കിട്ടുന്നത്. വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും മേഖല മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഏജൻസികളും നമ്മുടെ രാജ്യത്തെ ഏജൻസികളും നീതി ആയോഗം പോലുള്ള ഏജൻസികൾ ആകെ
വികസന സൂചികയിൽ ഏറ്റവും നന്നായി ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്ന കാര്യത്തിൽ, ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഒക്കെ ധാരാളം അവാർഡുകൾ നൽകുന്നു. ഏറ്റവും ഒടുവിൽ വ്യവസായത്തിന്റെ കാര്യത്തിൽ, ഏറ്റവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ 1ാം റാങ്കിലേക്ക് കേരളത്തെ മാറ്റുന്ന തരത്തിലേക്ക് നമുക്ക് അംഗീകാരം കിട്ടുന്നു എന്നുള്ളത് കേരളത്തിന് അഭിമാനകരമായ കാര്യമാണ്. ആ നേട്ടങ്ങൾ കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് ഈ കാര്യം കൊണ്ടുപോയി ജനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക, സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുക. അതിന് പറ്റുന്നതിന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വേണം. പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോണും പേജർ പോലെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ആശങ്കാകരമായ തരത്തിലേക്ക് ലോകം പലയിടത്തും പോകുമ്പോൾ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു നാടായി, തെളിനീരൊഴുകുന്ന നാടായി, സ്വാതന്ത്ര്യവും ശുദ്ധവായുമുള്ള നാടായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുടെ സന്ദേശം. ഈ പരിപാടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നമ്മൾ ഇന്നിപ്പോ മാലിന്യമുക്ത നവകേരളത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ സമഗ്ര കേരളയുടെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യും. അതിനൊപ്പം ഇവിടെ ഇതിന് 1 വർഷക്കാലം എടുത്തിട്ടുണ്ട് ലാൻഡ് യൂസ് ക്വാളിറ്റി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പഠനത്തിന്. ഇവിടുത്തെ ആകെയുള്ള ഭൂമിയെ പഠിക്കുന്ന രേഖകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. DPR തയ്യാറാക്കി, ഈ പുറമെ റോഡിനെ പറ്റി DPR തയ്യാറാക്കി. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഒരു വേദി കൂടിയാണ്. അപ്പോൾ മാലിന്യ മുക്ത നവകേരള പരിപാടി സംസ്ഥാന അടിസ്ഥാനത്തിൽ വളരെ ഊർജ്ജസ്വലമായി നടത്തുന്നതിന് ഇവിടെ ഉദ്ഘാടനത്തിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിയ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ വളരെ വിനയത്തോടുകൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാർ, നമ്മുടെ നാടിന് ഏറ്റവും ഒഴിച്ചുകൂടാത്ത നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നു. മാലിന്യമുക്തം നവകേരളം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ജനകീയ ക്യാമ്പയിന് സംസ്ഥാനതല ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ കുരവന്തോട് പുനരുജ്ജീവന പ്രഖ്യാപനം ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ നേരത്തെ പ്രസ്താവിച്ചു കഴിഞ്ഞു. സമഗ്ര കൊട്ടാരക്കരയുടെ ഔപചാരികമായ പ്രഖ്യാപനം, ഇതെല്ലാം ഇന്നിവിടെ നടക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ അന്ന് തന്നെ കണ്ടിരുന്നത് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ഈ പരിപാടി തുടക്കം കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള ഏറ്റവും മാതൃകാപരമായ ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കാനാണ്. ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് സമഗ്ര കൊട്ടാരക്കര എന്ന പദ്ധതി. ഇവിടെ പറഞ്ഞു
ജീവന പ്രവർത്തനം, ജലം മലിനമാകാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ, അതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമായ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ വിവിധ ഭാഗങ്ങൾ ഒത്തുചേർന്ന് നടപ്പാക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ സമുദ്രവട്ടാര കരാറ്. നമ്മുടെ നാടിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതിവേഗതയിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നഗരം ഏത് ഗ്രാമം ഏത് എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിൽ പൊതുവെ. അപ്പോൾ മഞ്ചേശ്വരം തൊട്ട് പാഠശാല വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാം ഒരു പരിശോധനയിലൂടെ കണ്ണോടിച്ചാൽ ഒരു വലിയ നഗരത്തിൻ്റെ ഭാഗമാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഓരോ സ്ഥലത്തിൻ്റെയും നഗരവൽക്കരണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട്. നഗരങ്ങൾ, ചില പ്രത്യേക നഗരങ്ങൾ കേരളത്തിലുണ്ട്. ആ നഗരങ്ങളിൽ വലിയ തോതിലാണ് ജനസാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ കേരളം നല്ല ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ നഗരങ്ങളിൽ അത് നല്ലതുപോലെ വർദ്ധിക്കുക. ഇത് ചില വെല്ലുവിളികൾ നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഉയർത്തുന്നു. അതിലൊന്ന് ആരോഗ്യ മേഖലയാണ്. ഇതിൻ്റെ ആഘാതം കുറയ്ക്കുവാൻ ഏറ്റവും ഒഴിച്ചുകൂടാത്ത ഒന്നാണ് മാലിന്യ സംസ്കരണം. മാലിന്യം പൊങ്ങിഞ്ഞുകൂടിയാൽ അതിൻ്റെ ഫലമായി വായു മലിനീകരിക്കപ്പെടുന്നു, വെള്ളം മലിനീകരിക്കപ്പെടുന്നു, നാടിൻ്റെ പൊതുവായ അവസ്ഥക്ക് വലിയ തോതിലുള്ള ദോഷമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നല്ല ശുദ്ധവെള്ളവും നല്ല ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്ന സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ ജനകീയ ക്യാമ്പയിന് പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും അങ്ങേയറ്റം പ്രാധാന്യമുണ്ട് എന്നതാണ് നാം കാണുന്നത്. നമ്മൾ പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന സംസ്ഥാനം. വൃത്തിയിലും നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത്രത്തോളം നമ്മൾ മുന്നിലാണെന്ന് പറയാൻ കഴിയും. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നല്ല, നല്ല മാറ്റം ഉണ്ടായിരിക്കും. പക്ഷെ നേരത്തെ ഒരു അവസ്ഥ നമുക്കറിയാലോ. ഒരു പ്രത്യേക രീതിയായിരുന്നു. തൻ്റെ വീട്ടിലുള്ള മാലിന്യം മറ്റേതെങ്കിലും പറമ്പിലോ സ്ഥലത്തോ വലിച്ചെറിയുന്ന ധാരാളം ആളുകളെ നമ്മുടെ കേരളത്തിൽ നേരത്തെ കാണാൻ കഴിയുമായി. പലയിടങ്ങളിലും വലിയ തോതിലുള്ള മാലിന്യ കൂമ്പാരം, ചിലയിടങ്ങളിലൂടെ മൂക്കുകുത്തി നടക്കേണ്ട അവസ്ഥ. നേരത്തെ എവിടെയുമുള്ള വെള്ളം നമ്മുടെ നദികളിലും നമ്മുടെ കായലുകളിലും എല്ലാമുള്ള വെള്ളം ശുദ്ധമായതായിരുന്നു. പക്ഷെ അത് അങ്ങേയറ്റം മാലിന്യങ്ങൾ നിറഞ്ഞ് വലിയ തോതിൽ
അശുദ്ധമായ അവസ്ഥ. ഇത്തരമൊരു അവസ്ഥ കണ്ടുകൊണ്ടാണ് 2016 സംസ്ഥാന സർക്കാർ ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് എങ്ങനെ കഴിയുമെന്നത് ആലോചിച്ചു. നാം ആ ഘട്ടത്തിൽ തയ്യാറാക്കിയ നവകേരളം കർമ്മ പദ്ധതി, അതിൽ മാലിന്യ സംസ്കരണം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹരിതകേരള മിഷൻ ആ ഘട്ടത്തിൽ രൂപീകൃതമാണ്. അത് നല്ല നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. 2017 ആഗസ്റ്റ് 15-നാണ് നമ്മുടെ കേരളത്തിലെ ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പേരിട്ടുകൊണ്ട് ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിനുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ നാം ആരംഭിച്ചു. അതിന് നല്ല ഫലവും ആളുകളിൽ അനുകൂലമായ പ്രതികരണവും ഉണ്ടാക്കണം. ഓരോ പ്രദേശത്തും ജനങ്ങൾ അതിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഓരോ പ്രദേശത്തുമുള്ള ആ പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ ആ പ്രവർത്തനത്തിൽ പങ്കാളികൾ. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയും. 2017 തുടങ്ങി 2020 ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെ 28,600 ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം ഉറപ്പാക്കാൻ കഴിയും. ആ ഘട്ടത്തിൽ തന്നെ താൽക്കാലിക സംവിധാനങ്ങളടക്കം മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ, നമ്മുടെ മിനി MCFകൾ എന്ന് പറയുന്ന ആ സെന്ററുകൾ 2,825 തയ്യാറാക്കാൻ കഴിയും. അതോടൊപ്പം MCFകൾ 1,339, 157 റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ, കമ്മ്യൂണിറ്റി തല ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ 2,320. ഇതെല്ലാം പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥിതിയാണ്. അങ്ങനെ വന്നപ്പോൾ നല്ല മാറ്റം നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് വന്നു. നേരത്തെ വലിയ തോതിൽ ഈ വലിച്ചെറിയൽ സംസ്കാരവും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിയല്ല എന്ന ബോധത്തിലേക്ക് പൊതുവെ നാട് മാറി. പൂർണ്ണമായി എന്നല്ല, എന്നാലും വലിയ തോതിലുള്ള മാറ്റം ആ കാര്യത്തിൽ സംഭവിക്കും. ഇപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വ ബോധം കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായി ഹരിതകേരള മിഷൻ, ശുചിത്വ മിഷൻ, CKCL, KSWMP, കുടുംബശ്രീ മിഷൻ ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ക്യാമ്പയിനാണ് തദ്ദേശഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തി. നമുക്കറിയാം, പ്രാദേശികമായി ഇത്തരം ക്യാമ്പയിനുകളിലെല്ലാം പ്രധാന ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലാണ്. നമ്മൾ ഒരു ലക്ഷ്യം ഇതോടുകൂടി കാണുകയാണ്. അത്
അടുത്ത മാർച്ചോടുകൂടി, 2025 മാർച്ചോടുകൂടി കേരളത്തെ പൂർണ്ണ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കി മാറ്റുക. ആരും ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാർച്ചാകുമ്പോഴേക്ക് ആരും വലിച്ചെറിയാതിരിക്കുക, മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്ന നിലയിലേക്ക് നാടിനെ മാറ്റുക. അത്തരമൊരു ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെച്ചത് നമ്മുടെ സമൂഹത്തെ ഇക്കാര്യത്തിൽ വലിയ തോതിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. നാടാകെ, നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ആ ബോധത്തിലേക്ക് എത്തിച്ചേരും. ഇത്തരമൊരു ജനകീയ ക്യാമ്പയിൻ നല്ല രീതിയിൽ ആരംഭിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രശ്നം നമുക്ക് നേരിടേണ്ടി വന്നു. അത് ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനം ശ്രദ്ധിക്കേണ്ട ഒന്നായി അതോടുകൂടി ഇത് കാണുന്ന അവസ്ഥ. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന് പറയുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ക്യാമ്പയിൻ വേണമെന്ന് അതോടുകൂടി നിശ്ചയിക്കുന്നതാണ്. അങ്ങനെയാണ് 2024 മാർച്ച് 30 മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. ഇവിടെ മാലിന്യങ്ങൾ പലതരമുണ്ട്. ഒന്ന് ജൈവഗണത്തിൽപ്പെട്ടതാണ്, മറ്റൊന്ന് അജൈവ ഗണത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ വെച്ച് തന്നെ തരംതിരിക്കുക. അതോടൊപ്പം ഈ അജൈവ മാലിന്യങ്ങൾ 100% വാങ്ങിപ്പടി ശേഖരണം വഴി സംഭരിക്കുക. 100% ജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുക. നമ്മുടെ നാട്ടില് മാലിന്യ കൂടകളില്ലാത്ത നല്ല വൃത്തിയുള്ള പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക. അതോടൊപ്പം എല്ലാ ജലാശയങ്ങളിലും ഖരമാലിന്യം നീക്കം ചെയ്ത് നീരൊഴുക്ക് ഉറപ്പാക്കുക. വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കിടക്കുമ്പോൾ അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ചില പട്ടണങ്ങളിൽ നമ്മുടെ അടുത്തുകാരികളുണ്ടാകും ഓവുകൾ. ഒരു പ്രധാന പട്ടണത്തിൽ ഒരു മഴയ്ക്ക് ഒരു പ്രദേശത്ത് വല്ലാതെ വെള്ളം കയറും. അപ്പൊ അവിടെയുള്ള ആളുകൾ എന്താണെങ്കിലും കാരണം മനസ്സിലാകുന്നു, പെട്ടെന്ന് വെള്ളം പോവുകയാണ്. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഓവിലൂടെ പോകുമ്പോൾ വെള്ളം പോകുന്നത്. അപ്പൊ നാട്ടുകാരെ ഇറങ്ങി നോക്കുക. അപ്പോ കണ്ടെത്തിയത് ഒരു കൂട്ടര് വീടൊഴിഞ്ഞു പോകുമ്പോൾ അവരുടെ കിടക്ക നല്ലതുപോലെ മടക്കി ഈ ഓവിൽ കൊണ്ടുവച്ചിരിക്കും. അപ്പോൾ വെള്ളം അതിലൂടെ പോയി, അവിടെ വെള്ളം പോകും. അത് അതിർത്ത് മാറ്റി അതോടെ വെള്ളം ഒഴുകി പോകുന്നത്. ഇത് ഇത്തരം കാര്യങ്ങളിലുള്ള പൊതുബോധം നാടിന്റെ പൊതുവായ ആവശ്യത്തിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജലാശയങ്ങളിലും ജലാശയത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ജലാശയങ്ങളെടുത്താൽ അവിടങ്ങളിലൊക്കെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും, വലിയ തോതില. അപ്പൊ അത്തരത്തിലുള്ള മാലിന്യങ്ങളാകെ നീക്കം ചെയ്ത് വെള്ളത്തിൽ ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇത് ഏറ്റവും പ്രധാനമാണ്.
ഈ ക്യാമ്പയിനിലൂടെ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയിൽ നല്ല നിലയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു താഴെ അത് മതി പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നേരത്തെ നമ്മുടെ ഈ പ്രചരണം ക്യാമ്പയിൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇതെല്ലാം സാധിക്കുമെന്ന് സംശയിച്ച പല ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ അത്ര ഒരു സംശയമില്ല. കാരണം നമ്മുടെ 90% വീടുകളിലും സ്ഥാപനങ്ങളിലും നല്ല തോതിൽ അതിൽ പരിശീലനം നടത്തിയത്. ഇനി ബാക്കിയുള്ളതും കൂടി പൂർത്തിയാക്കിയുള്ളൂ. അപ്പോൾ വാതിൽ പരിശീലനം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് നിലവിലെ സംസ്ഥാനത്ത് 17,780 മിനി MCF-കൾ, 1,293 MCF-കൾ, 124 RRF-കൾ ഇങ്ങനെയുള്ള സ്ഥിരം സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നവരില്ല. അപ്പോ 35,412 ഹരിതകർമ്മ സേനാംഗങ്ങൾ സംസ്ഥാനത്തെ ആകെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള അത്തരത്തിൽ പൂർണ്ണമായും മുഴുകി ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് നടക്കുകയാണ്. അപ്പോ നമുക്ക് സാധിക്കാത്തൊരു കാര്യമല്ല എന്നാണ് നാം കാണുന്നത്. ഇവിടെ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡുമായി നിലവിൽ 712 സ്ഥാപനങ്ങൾ കരാർ ഏർപ്പെടുത്തി 4,17,00,000 രൂപ ഈ കമ്പനി മുഖേന ഈ സാമ്പത്തിക വർഷം മാത്രം ഹരിതകർമ്മ സേനക്ക് ലഭിച്ചിട്ടുണ്ട്. അജൈവ മാലിന്യ ശേഖരണ സംവിധാനത്തിനായി 29 സ്വകാര്യ ഏജൻസികളെ കൂടി എംപാനൽ ചെയ്തു. ഇത്തരത്തിൽ വിപുലമായ സംവിധാനങ്ങളാണ് മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കിയത്. നേരത്തെ സൂചിപ്പിച്ചത് ബ്രഹ്മപുരം ബാങ്കിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച്. അവിടെ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ 1 വർഷം കൊണ്ട് തന്നെ നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുക. കോഴിക്കോട് NIT അവിടുത്തെ കണക്കെടുത്തിരുന്നു. അതനുസരിച്ച് 39 ഏക്കറിലായി 8,40,000 മെട്രിക് ടൺ മാലിന്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതില് 13 ഏക്കറിലെ ബയോ മൈനിങ് പൂർത്തിയാക്കാൻ കഴിയും. ഇതിൽ നിന്നും 3.5 ലക്ഷം മാലിന്യമാണ് തരംതിരിച്ചത്. ദിനംതോറും 100 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോ പ്രതിസന്ധികൾ ഉണ്ടാകും, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികൾ മുറിച്ചു കടക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഇതാണ് നാം ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. ബ്രഹ്മപുരത്ത് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായപ്പോൾ എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ ഉയർത്തി കാണിക്കാനുള്ള ശ്രമം ഉണ്ടായെന്ന് നാം കണ്ടതാണ്. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ അവിടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ്. അന്ന് മറ്റേ കാര്യത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തത് ഈ ആരോഗ്യകരമായ മാറ്റത്തെക്കുറിച്ച് കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വസ്തുതകളിലല്ല, നേരെ മറിച്ച് വിവാദങ്ങളിലാണ് അത്തരം ഘട്ടത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന നിലയുണ്ടാകും. ഇവിടെ പൗരധർമ്മം, അത്തരത്തിൽ മാലിന്യ സംസ്കരണം എല്ലാ പൗരന്റെയും ഒരു നാട്ടിൽ വളർത്തിയെടുക്കാനാണ് നാം പ്രത്യേകമായി ഓതുന്നത്.
കേരളത്തിൽ തന്നെ ജൈവമാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ച് എടുക്കാൻ കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായി ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന നിലയുണ്ടായാൽ അതിത്തരം കാര്യങ്ങൾക്ക് വലിയ സഹായകരമാണ്. ഇവിടെ വ്യക്തികൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ വ്യക്തികളെക്കാളും സംഘടനകൾക്കും സംഘടനാ സംവിധാനങ്ങൾക്കും വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താനാകുമെന്നത് നാം കാണേണ്ടതായിരിക്കും. നമ്മുടെ വീട് വൃത്തിയുള്ളതായിരിക്കും. വീടിന്റെ പരിസരമാകെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ കഴിയും. ഈ കാര്യത്തിൽ എല്ലാവരും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, സർവീസ് സംഘടനകൾ, സന്നദ്ധ സാംസ്കാരിക സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, കർഷക പ്രസ്ഥാനങ്ങൾ, കർഷക തൊഴിലാളി സംഘടനകൾ, മറ്റ് ഒട്ടേറെ സംഘടനകളും പ്രസ്ഥാനങ്ങളും അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള സംഘടനാ സംവിധാനങ്ങൾ നമ്മുടെ ശുചിത്വ കേരളത്തിനായി ഒരുമിച്ച് നീങ്ങേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ